1840 വോട്ടിന്റെ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുകയായിരുന്നു. ഒപ്പം ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു. ഷാഫിയുടെ നോമിനി എന്ന പേരിൽ പാലക്കാട് ഇറങ്ങാൻ സാധിച്ചത് അത് CPM നൽകിയ ഒരു ഗുണം തന്നെയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയായിരുന്നു. അങ്ങനെ പാലക്കാട് ചരിത്ര വിജയം തന്നെയാണ് UDF നേടിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ കൂടുതൽ നേടാനായിട്ട് UDFന് കഴിഞ്ഞു എന്നത് പ്രത്യേകതയാണ്. അതേസമയം 10,000-ഓളം വോട്ടുകളുടെ കുറവാണ് BJP ഉണ്ടായിരിക്കുന്നത്. 850 വോട്ടിന്റെ വർധനവ് വരുത്താൻ LDFനും കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട്. അതേസമയം ചേലക്കരയിൽ 2021 നേടിയ വിജയം ആവർത്തിക്കുവാൻ, ആ തിളക്കം ആവർത്തിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ചേലക്കര മണ്ഡലം നിലനിർത്തുവാൻ LDFന് കഴിഞ്ഞിരിക്കുകയാണ്. 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ചേലക്കര LDF നിലനിർത്തിയിരിക്കുന്നത്. അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന്, 4 ലക്ഷത്തിനും മുകളിൽ ഭൂരിപക്ഷത്തിന് നിലനിർത്തുവാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ UDFന് ജയിക്കാൻ കഴിഞ്ഞു, 1 മണ്ഡലത്തിൽ LDFനും ജയിക്കാൻ കഴിഞ്ഞു. നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ൽ ഓരോ മണ്ഡലങ്ങൾ വീതം നിലനിർത്തുവാൻ LDFനും UDFനും കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ചേലക്കരയിൽ BJPക്ക് വോട്ട് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. 15% നിന്ന് 21% ചേലക്കരയിൽ വോട്ട് വർധന ഉണ്ടായിരിക്കുകയാണ് BJPയുടെ. എന്നാൽ പാലക്കാട് തങ്ങളുടെ കോട്ടയിൽ BJPക്ക് വോട്ട് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 35% നിന്ന് 28% BJPയുടെ വോട്ട് വിഹിതം പാലക്കാട് മാറിയിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതേസമയം ചെറിയ രീതിയിലാണെങ്കിലും വോട്ട് കൂട്ടാൻ LDFന് കഴിഞ്ഞിരിക്കുകയാണ്. 25% ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 27%-ലേക്ക് വോട്ട് കൂട്ടുവാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. UDFന്റെ വോട്ട് വിഹിതത്തിൽ വലിയ വർധന പാലക്കാട് ഉണ്ടായിരിക്കുകയാണ്. 42% വോട്ട് വിഹിതം കൂടിയിരിക്കുന്നു എന്ന പ്രത്യേകതയും പാലക്കാട് UDFനുണ്ട്. അങ്ങനെ നീണ്ട പ്രചാരണങ്ങൾക്കൊടുവിൽ, വലിയ വിവാദങ്ങൾക്കൊടുവിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം നിലനിർത്തിയിരിക്കുകയാണ് UDF. ഇപ്പോൾ സിബി സത്യൻ മാധ്യമപ്രവർത്തകൻ ചേരുന്നുണ്ട്. ഒപ്പം BJPയുടെ നേതാവായ ശ്രീ കൃഷ്ണദാസ് ഉണ്ട്. ശ്രീകുമാർ മനയിൽ മാധ്യമപ്രവർത്തകൻ ചേരുന്നു. ലിജു DYFI നേതാവ് കൂടി ചേരുകയാണ്. ശ്രീ കൃഷ്ണദാസ്, ഇത് BJPയുടെ ഒരു വലിയ പരാജയമായി തന്നെ പാലക്കാട് കാണേണ്ടി വരും. കാരണം ഇത്രയും വോട്ടുകളുടെ കുറവ് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ, സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ 2011 മുതൽ നോക്കുകയാണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ 10,000-ഓളം വോട്ടുകളുടെ കുറവ് BJPക്ക് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ശ്രീ കൃഷ്ണദാസ്. കേൾക്കുന്നില്ല ശ്രീ കൃഷ്ണദാസ്? ഒന്ന് മ്യൂട്ട് മാറ്റിയാൽ നന്നായിരുന്നു. ശ്രീ കൃഷ്ണദാസ് കേട്ടോ? എന്താണെന്ന് വെച്ചാൽ പാലക്കാട് 10,000-ഓളം വോട്ടുകളുടെ കുറവ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് വോട്ട് വിഹിതം വീണ്ടും 30%-ന് താഴേക്ക് പോയിരിക്കുന്നു എന്നാണ്. അതായത് കഴിഞ്ഞ 13 വർഷമായിട്ട് BJP നിരന്തരം വോട്ട് വർധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഓരോ തെരഞ്ഞെടുപ്പുകളിലും, അത് നിയമസഭയാകട്ടെ ലോക്സഭയാകട്ടെ, അങ്ങനെ വോട്ടുകൾ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു മണ്ഡലത്തിൽ പൊടുന്നനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത്രയും വോട്ടുകൾ നഷ്ടമാകുന്നു എന്ന് പറയുന്നത് അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. മഞ്ജുഷ് അടക്കമുള്ള ആളുകൾ BJPക്ക് വോട്ട് കുറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 2021 ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻ മത്സരിച്ച സമയത്തുള്ള വോട്ടിന്റെ കണക്കുകളുമായി തുലനം ചെയ്യുമ്പോഴാണ്. BJPക്ക് അതിനു മുൻപ് കിട്ടിയിട്ടുള്ള വോട്ടുകൾ, അടിസ്ഥാനപരമായി BJPക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിലുള്ള വോട്ടുകൾ, അത് ശരാശരി വോട്ടുകൾ എന്നുള്ള നിലക്ക് തന്നെ BJPക്ക് ഈ തവണയും ലഭിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് എക്കാലത്തും കേരളത്തിൽ പല മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും BJPക്ക് വോട്ട് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ തവണ ഉണ്ടായില്ല എന്നതാണ്. ചെറിയ തരത്തിലുള്ള വോട്ട് കുറവിനെ സംബന്ധിച്ച് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല, അത് അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റുകയില്ലല്ലോ ശ്രീ കൃഷ്ണദാസ്. പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞിട്ടില്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ചാണല്ലോ കണക്ക് കൂട്ടുന്നത് എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുകയില്ല. മുമ്പ് ശോഭാ സുരേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വോട്ട് കൂട്ടിയിരുന്നു. ഇതേ C കൃഷ്ണകുമാർ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്തും ഇതല്ലായിരുന്നു അവിടുത്തെ വോട്ട് BJPയുടെ.
ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ പിന്നെ പറയുകയേ വേണ്ട, 50,000-നും മുകളിലേക്ക് വോട്ട് പോയിരുന്നു. ഇപ്പോൾ അത് വന്ന് 40,000-നും താഴേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് വീണ്ടും പഴയ രീതിയിലേക്ക് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാതെ അതിനകത്ത് എന്താണുള്ളത്? അതായത് പഴയ നിലയിലേക്ക് BJP പാലക്കാട്, തങ്ങളുടെ കോട്ട എന്ന് പറയുന്ന പാലക്കാട് മാറിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ഘടകം പോലും നിങ്ങൾക്ക് എടുത്തു പറയാനില്ലേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്? മഞ്ജുഷ, വോട്ട് കുറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടതല്ലോ. സ്വാഭാവികമായും കണക്കുകൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതല്ലേ. അതുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണല്ലോ. അതിലെന്താ വ്യത്യാസമുള്ളത്? BJPക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് പരിശോധനകൾ നടത്തി എവിടെയാണ് കുറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അതിന്റെ ഘടകം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ കാര്യമായൊരു കുറവുണ്ടായില്ല മുൻകാലങ്ങളെ വെച്ച് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ തവണത്തേത് ഒരു മാനദണ്ഡമായി എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ബേസ് വോട്ടുകളെ പാലക്കാടുള്ളൂ, നിങ്ങൾ മേനി നടിക്കുന്നത് പോലെ ഉണ്ടായിരുന്നില്ല എന്നാണോ ശ്രീ കൃഷ്ണദാസ് കരുതേണ്ടത്? അല്ല, അതാ ഞാൻ സൂചിപ്പിച്ചത്. പാലക്കാട് വോട്ടുകൾ കുറഞ്ഞില്ല എന്നല്ല, പാലക്കാട് വോട്ടുകൾ കുറഞ്ഞു. പക്ഷേ അത് ഒരു സ്ഥിരമായി BJPക്ക് കുറയുന്ന രീതിയിലോ അല്ലെങ്കിൽ BJPക്ക് ഉണ്ടാകുന്ന ഒരു വലിയ സെറ്റ് ബാക്കോ എന്നുള്ള നിലക്കല്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു വലിയ മുന്നേറ്റം, ശ്രീധരൻ സാർ മത്സരിച്ച സമയത്തുണ്ടായിരുന്ന വലിയ മുന്നേറ്റം, അത് ഈ തവണ നിലനിർത്താൻ കഴിഞ്ഞില്ല മറ്റൊരു കാര്യമുണ്ട് ശ്രീ കൃഷ്ണദാസ്. ഈ പാലക്കാട് നിങ്ങൾ കൊണ്ട് കളയുകയായിരുന്നു ചെയ്തത്. അത് പല ഘടകങ്ങളുമുണ്ട്, സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കര, അവിടെ പാർട്ടിക്ക് വോട്ട് വീതം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ 15% നിന്ന് 21% വർധനവ് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് നിങ്ങൾക്ക് സംഭവിച്ചത് ചില്ലറ തെറ്റല്ല. അത് സ്ഥാനാർത്ഥി നിർണയം മുതൽ അവിടെ പാർട്ടിയിലുണ്ടായ പടലപ്പിണക്കം വരെ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സംശയത്തിന് അതീതമായി പറയാവുന്നതാണല്ലോ. കാരണം വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് പാലക്കാട് നഗരസഭ പരിധിയിൽ നിന്നാണ്. നഗരസഭാ പരിധി എന്ന് പറയുന്നത് BJPയുടെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ശക്തി കേന്ദ്രത്തിൽ വോട്ട് ചോരുമ്പോൾ അതിന് മറ്റ് ഘടകങ്ങൾ കൂടിയുണ്ട്. BJPയെ വിശ്വാസത്തിൽ എടുത്തിരുന്ന ജനവിഭാഗം തന്നെ പാലക്കാട് ഞങ്ങൾക്ക് BJPയെ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനെ അങ്ങനെ കാണാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിലയിരുത്താൻ കഴിയൂ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുള്ളത്, പാലക്കാട് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ വിലയിരുത്തിയിരുന്നത്. പക്ഷേ വോട്ട് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ, അതിന്റെ വോട്ടെണ്ണൽ നടക്കുമ്പോഴാണല്ലോ അതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസം വന്നതെന്ന് മനസ്സിലാകുന്നത്. അത് ഈ ഘട്ടത്തിലാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് UDFും LDFും കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു BJP വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരസ്പരം അവർ നടത്തുന്ന രാഷ്ട്രീയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടന്നിട്ടുള്ള മണ്ഡലം ഏതാണെന്ന് മഞ്ജുഷിന് അറിയാമല്ലോ. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് BJPക്ക് അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന പാലക്കാട് മണ്ഡലമാണ്. BJP സ്ഥാനാർത്ഥിക്കെതിരായും BJPക്കെതിരായും BJP സംഘടനാ സംവിധാനത്തിനെതിരായും BJP രാഷ്ട്രീയത്തിനെതിരായും ഒക്കെ എത്ര ആരോപണങ്ങളാണ് LDFും UDFും കൊണ്ടുവന്നത്, എത്ര പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പൊ BJPക്കെതിരായ വോട്ടുകൾ ഒരുമിച്ച് സമാഹരിക്കപ്പെടണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ LDFിന്റെ പത്രപരസ്യം പോലും ഉണ്ടായിരുന്നത്. അപ്പൊ BJPക്കെതിരായി എവിടെയാണോ വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടേണ്ടത്, BJP വോട്ടുകളിൽ എങ്ങനെയാണോ വിള്ളൽ ഉണ്ടാക്കേണ്ടത്, അതിനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റിയതാണ് UDFും LDFും. അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തിയിരുന്നു. അപ്പൊ BJPക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ട് വർദ്ധിക്കാനോ ജയിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ എല്ലാവിധത്തിലും ഞങ്ങൾ തടയിടും. ഇന്ന് പ്രതിപക്ഷ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പാലക്കാട് ഇത്തവണ നിങ്ങളുടെ ആ പതിവ് BJPയെ തോൽപ്പിക്കുവാനുള്ള പതിവ് സമ്പ്രദായമുണ്ടല്ലോ, അത് നടന്നിട്ടില്ല. അത് വ്യക്തമാണല്ലോ. ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ, കിട്ടിയ വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അത് പ്രകടവുമാണ്. കാരണം അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവരവർ വോട്ട് പിടിച്ചിട്ടുണ്ട്, എക്സെപ്റ്റ് BJP. കാരണം കണ്ണാടി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും പിരിയാരി പഞ്ചായത്തും ഒക്കെ നോക്കുകയാണെങ്കിൽ LDFിനും വോട്ട് കൂടിയിട്ടുണ്ട്. അവരുടെ ശക്തി കേന്ദ്രമായ കണ്ണാടിയിലും അവർക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ BJPയുടെ പക്കൽ നിന്നുള്ള വോട്ടാണ് കൊഴിഞ്ഞു പോയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ LDFും UDFും ചേർന്ന് BJPയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആ ഒരു നറേറ്റീവ്, അത് ഇത്തവണ പാലക്കാട് എന്തായാലും അത് ശരിയായി വരികയില്ല. അത് തെറ്റാണ് അങ്ങനെ ഒരു നറേറ്റീവ് എടുത്താൽ. ഞാൻ അങ്ങനെ ഒരു നറേറ്റീവ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു രാഷ്ട്രീയ വിശകലനം എന്നുള്ള നിലക്ക് മാത്രമല്ല,
അത് സ്വാഭാവികമായും BJPക്ക് എതിരായിട്ടുള്ള പ്രചരണം നടന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൽ ഒരു വാസ്തവമില്ലേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, BJPക്ക് എതിരായിരുന്നില്ലേ എല്ലാ രണ്ട് മുന്നണികളുടെയും പ്രചരണം? ഇന്ന് പ്രതിപക്ഷ നേതാവ് അവർ വിജയിച്ചു നിൽക്കുമ്പോഴും പറഞ്ഞ കാര്യം എന്താണ്? BJPക്ക് എതിരായിട്ടുള്ള നിലപാടല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ സ്വാഭാവികമായും BJPയെ ഞങ്ങൾ പരാജയപ്പെടുത്തി, BJP ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിച്ചില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ എങ്ങനെയാ കാണാൻ കഴിയുക? അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BJPക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളത് തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഞാനത് പറഞ്ഞത്. BJPക്ക് വോട്ട് കുറഞ്ഞു. അത് കുറഞ്ഞതിന്റെ കാരണം രാഷ്ട്രീയപരമായുള്ള പല വിഷയങ്ങൾക്കൊപ്പം തന്നെ BJPക്കെതിരായി നടന്നിട്ടുള്ള ഒരു പ്രചരണമുണ്ട്. BJP ജയിക്കാനുള്ള സാധ്യതയെ തടയിടണം എന്നുള്ള പ്രചരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ LDFനെ സംബന്ധിച്ച് അവർ UDFിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ പോലും അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്താണ്? അവർ ജയിക്കുമെന്നുള്ളതല്ലേ LDF പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം. അവർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നല്ലേ പറഞ്ഞത്? അവർ ജയിക്കാൻ പോയിട്ട് അവർക്ക് 3ാം സ്ഥാനം അവർ കണ്ടിന്യൂ ചെയ്യാൻ മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവർ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ തൊട്ടടുത്ത് വരാൻ സാധിച്ചിട്ടുമുണ്ട് ശ്രീ കൃഷ്ണദാസ്.